ആദ്യം സുജയ പാർവതിയിലേക്ക്. സുജയ പാർവതി, ഇപ്പോൾ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ചെളി മൂടിക്കിടക്കുന്നു. പല വീടുകളിലും പാറക്കല്ലുകളും ചെളിയുമാണ് അടിഞ്ഞു കിടക്കുന്നത്. മുട്ടോളമല്ല, അരയോളം ചെളി മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെ വാഹനങ്ങൾക്ക് പോവുക സാധ്യമല്ല. എത്രമാത്രം ദുഷ്കരമാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഈ ദുരന്ത ഭൂമിയിൽ? ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ എത്തുമ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും വീടുകളൊക്കെ എങ്ങനെയാണ് മണ്ണ് മൂടി കിടക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തേതുപോലെയല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊക്കെ ഈ മരങ്ങൾക്കടിയിൽ ഇടങ്ങളും ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത്, അപ്പുറത്താണ് താൽക്കാലിക പാലം നിർമ്മിക്കേണ്ടത്. പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ എത്തുമ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും വീടുകളൊക്കെ എങ്ങനെയാണ് മണ്ണ് മൂടി കിടക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തേതുപോലെയല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊക്കെ ഈ മരങ്ങൾക്കടിയിൽ നിന്നുമൊക്കെ ആളുകളെയൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. വീടുകളൊക്കെ മണ്ണ് മൂടി കിടക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ മണ്ണ് മൂടി കിടക്കുന്ന ഒരു കെട്ടിടത്തിന് മുകളിലാണ്. ആ കെട്ടിടത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാഴ്ചകൾ പകർത്തുന്നത്. നോക്കൂ, ഈ ഒരു ഭാഗം മുഴുവൻ വാഷ് ഔട്ടായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഇവിടെ പുഴയുടെ ഇരുകരകളിലുമായി ധാരാളം ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര കാഷ്വാലിറ്റി ഉണ്ട് എന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് പോലും ഒരു കണക്കെടുപ്പ് അസാധ്യമാണ് എന്നാണ് അവർ പറയുന്നത്. അവർ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കാണാതായവരുടെ പട്ടിക അത് ആശുപത്രികളിൽ വന്നു നിറയുന്നു. അതിൽ തന്നെ മൃതദേഹം കിട്ടാത്ത ആളുകൾ, ഒപ്പം തന്നെ ആളുകൾ ക്യാമ്പുകളിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്ന മനുഷ്യർ, അവരെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന, അതോടൊപ്പം തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ, അതാണ് ഈ ദുരന്തഭൂമിയിൽ ഇപ്പോൾ ഈ രാവിലെ ചെയ്യാൻ പോകുന്ന കാര്യം. ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് എയർലിഫ്റ്റ് ചെയ്യുകയാണ്. പലയിടങ്ങളിലും വഴിയില്ല, അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതുപോലെ കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മറുകര കടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, പലയിടങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൃത്യമായ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ എല്ലാവരെയും പുറത്തെത്തിക്കുക എന്നതാണ് അടിയന്തര ശ്രമം. എവിടെയൊക്കെയാണ് ആളുകൾ നിൽക്കുന്നത് എന്നുള്ളത് ഹെലികോപ്റ്റർ നിരീക്ഷണത്തിലൂടെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഉടൻ തന്നെ എയർലിഫ്റ്റിംഗ് സാധ്യമാക്കും. 7:30യോടുകൂടി എയർലിഫ്റ്റിംഗ് തുടങ്ങുമെന്നാണ് ജില്ലാ കളക്ടർ മേഘശ്രീ റിപ്പോർട്ടിനോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനം അതായിരിക്കും ഇപ്പോൾ പ്രയോജനപ്പെടുക എന്ന് തോന്നുന്നു. അല്ലാത്ത ശ്രമങ്ങളൊക്കെ ഏതാണ്ട് ഇന്നലെ തന്നെ ഏറെക്കുറെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ ആളുകൾ പലയിടങ്ങളിലും ഇരുനില വീടുകളിലൊക്കെ മുകൾ നിലയിലേക്കും ഒപ്പം വീടിന്റെ മേൽഭാഗത്തേക്കുമൊക്കെ കയറി നിന്ന ആളുകളുണ്ട്. അവർ ഒഴുക്കിൽപ്പെട്ടുപോയോ അതോ അവിടെ തന്നെ ഉണ്ടോ, അതാണ് അറിയേണ്ടത്. ഒരു കുടുംബത്തിലെ തന്നെ മുഴുവൻ ആളുകളെയും കാണാതാവുകയും അതിൽ നിന്ന് 1-2 പേരുടെ മാത്രം മൃതദേഹം കിട്ടുകയും ചെയ്ത സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു 30ഓളം കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട ബാക്കി ആളുകൾ അവരുടെ മൃതദേഹം കിട്ടിയിട്ടില്ല, ക്യാമ്പുകളിൽ വന്നിട്ടില്ല. അവരൊക്കെ ഒരുപക്ഷെ ഈ വീടുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, വീടുകളിലേക്ക് പോയി തെരയാൻ കഴിഞ്ഞിട്ടില്ല, വീടുകളിൽ ഉണ്ടാകുമെന്ന് ബന്ധുക്കൾ പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്ത്, ഒപ്പം ചൂരൽമലയുടെ താഴ്വാരത്ത്, ഒപ്പം വെള്ളൂർ മലയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒലിച്ചുപോയത് നൂറുകണക്കിന് മനുഷ്യരാണ്. ഇപ്പോഴത്തെ മരണസംഖ്യ എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അത്രയധികം പേരെ കാണാതായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പുഴയിലും ഒപ്പം തന്നെ മറ്റു പലയിടങ്ങളിലും ആളുകളുടെ വസ്ത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി മനുഷ്യരുണ്ടോ അതിനിടയിൽ എന്നുള്ളത് അറിയാൻ കഴിയില്ല അരുൺ. നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള കാഴ്ചകളാണ്. പലയിടങ്ങളിലും വീടുകളൊക്കെ ഒന്നായി മണ്ണിനടിയിലേക്ക് ഇരുന്നു പോയിട്ടുണ്ട്. അതിനുള്ളിൽ മനുഷ്യർ ഒരുപക്ഷെ കിടക്കുന്നുണ്ടാകും. ആ വീടുകൾക്ക് മുകളിൽ നിന്നുള്ള മരങ്ങളൊക്കെ കുറേയൊക്കെ മാറ്റി അകത്തേക്ക് കടന്നൊക്കെ നോക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എവിടെയൊക്കെയാണ് മനുഷ്യരുണ്ടാവുക, മനുഷ്യ സാന്നിധ്യം, അതിനായി ഇപ്പോൾ സ്നിഫർ ഡോഗ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ കടാവർ നായകളെയൊക്കെ കൊണ്ടുവന്ന് മണം പിടിച്ചു വേണം ഇനി മനുഷ്യരുടെ ശരീരങ്ങൾ ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുള്ളവരെ കണ്ടെത്താൻ. അതിനായുള്ള ശ്രമങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം നടക്കുക. അടിയന്തര പ്രാധാന്യം നൽകുന്നത് റെസ്ക്യൂവിനാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട്. അവരെ ഈ പല ഭാഗങ്ങളിൽ നിന്നായി, നമ്മളും അവിടേക്ക് പോവുകയാണ്, ആ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട്. അവരെ അടിയന്തരമായി കണ്ടെത്തുക, അവരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരിക. വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഇരുനില വീടുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെയുള്ള ഒരു പരിശോധനയും നടക്കുന്നുണ്ട്. അതോടൊപ്പം കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അതും തുടരും. പാലം നിർമ്മാണവും ഒപ്പം തന്നെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയത്. ഇവിടെ തെരച്ചിൽ ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു.
കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് അങ്ങോട്ടേക്ക് സുരക്ഷിതമായി എത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ സൈന്യത്തിന്റെയും NDRFന്റെയും വോളണ്ടിയേഴ്സിന്റെയും എല്ലാം സംഘം ഇവിടെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അരുൺ. ഓക്കെ, സുജയ പാർവതിയാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള യാത്രയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തകർന്നുപോയ വീടുകൾ, മണ്ണ് വന്ന് മൂടിയിരിക്കുന്ന വീടുകൾ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ. ഇന്നലെ മരണത്തിലേക്ക് കൈപിടിച്ചു പോയത് ഈ പുഴയോരം ചേർന്നാണ്. ഇതൊരു മരണപ്പുഴയായി മാറുകയായിരുന്നു. ഒരു നീർച്ചാൽ മാത്രമായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ അവിടെ ഉണ്ടായിരുന്നത്. ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യർ, പ്രകൃതിയെ കാണാൻ ആസ്വദിച്ചെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ആതിഥേയത്വം ഒരുക്കിയ മനുഷ്യർ. ഇപ്പോൾ വയനാട്ടിലെ വിവിധ ദൃശ്യങ്ങൾ 16 ഇടങ്ങളിൽ നിന്ന് തത്സമയം റിപ്പോർട്ടറിന്റെ വാർത്താസംഘം പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.